നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾ ബാധിക്കുന്നവരുടെ നിരക്കുകൾ കൂടി വരുന്നുവെന്നാണ് കണക്കുകൾ. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുക. എന്നാൽ ഇതുമാത്രമല്ല, വ്യക്തിജീവിതത്തിലും തൊഴിൽപരമായ ജീവിതത്തിലുമൊക്കെ നമുക്കുണ്ടായ മാറ്റങ്ങൾ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്നവ എന്തെല്ലാമാണ്? ഏത് തരത്തിലുള്ള ആരോഗ്യക്രമമാണ് ഇത്തരം പ്രശ്നങ്ങൾ മാറ്റി നിർത്താൻ വേണ്ടത്? ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മുൻ പ്രൊഫസറും ഇന്റേണൽ മെഡിസിൻ വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ ഡി ഡാലസ്. അദ്ദേഹം ഇപ്പോൾ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിലെ ഇന്റേണൽ മെഡിസിൻ സീനിയർ കൺസൾട്ടന്റ് കൂടിയാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിപ്പോൾ വളരെ സാധാരണമാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നു. പ്രമേഹത്തെക്കുറിച്ചും രക്തസമ്മർദ്ദത്തെക്കുറിച്ചും ഒക്കെ എല്ലാവരും സംസാരിക്കുന്നു. ഹൃദ്രോഗം കൂടുന്നു എന്ന് പറയുന്നു. എന്നാൽ കൃത്യമായിട്ട് ഇത് എന്തെല്ലാം അസുഖങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായൊരു ധാരണയ്ക്ക് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവും കൂടാതെ മറ്റെന്തെല്ലാം അസുഖങ്ങളാണ് ഈ വിഭാഗത്തിൽ വരുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസുഖങ്ങളായിട്ടല്ല, അവസ്ഥകളായിട്ട് തന്നെ ഒത്തിരി ദൈനംദിന ജീവിതത്തിലുള്ള പല കാര്യങ്ങളും അതിലോട്ട് നമുക്ക് ഉൾപ്പെടുത്താമെന്ന് തോന്നുന്നു. പ്രമേഹം നമുക്കെല്ലാവർക്കും അറിയാം. ഉയർന്ന രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ, ഹൈപ്പർ കൊളസ്ട്രോളിയം അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലാണ് എന്ന് നമ്മൾ പറയുന്നത്. ഇതൊക്കെ സാധാരണയായി നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കേൾക്കുന്നതും നമ്മളെല്ലാം മരുന്ന് കഴിക്കുന്നതും ആയ അസുഖങ്ങളാണ്. ഇതല്ലാതെ തന്നെ ഒരു പ്രത്യേകതരം ജോലി ചെയ്യുന്നു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയിലാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ആഹാരത്തിനോട് കൂടുതൽ ഒരു ഇഷ്ടം തോന്നുകയും അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ ക്രമാതീതമായി കഴിക്കുക, ഇങ്ങനെ എന്തെല്ലാം കാരണം കൊണ്ടും ഈ ഒരു ജീവിതശൈലി രോഗങ്ങളുടെ കൂട്ടത്തിൽ അതിൻ്റെ പട്ടിക നീണ്ടു തന്നെയാണ് പോകുന്നത്. ഈ ഹൃദ്രോഗത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. നമ്മൾ ആ ഹൃദ്രോഗം മനസ്സിൽ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു അതിശയോക്തിയല്ല. ഉദാഹരണത്തിന്, നാം ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് പൈതലായിരിക്കുന്നു, കൗമാരമായിരിക്കുന്നു, അത് ആ അവസ്ഥകളിങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നു. അതൊരു ഏജിങ് അല്ലെങ്കിൽ വയസ്സ് കൂടിക്കൂടി പോകുന്ന ഒരവസ്ഥ നമുക്ക് ആർക്കും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അത് എങ്ങനെ നമുക്ക് ഭംഗിയാക്കാം അല്ലെങ്കിൽ ആസ്വാദകരമാക്കാം, അതാണ് നമ്മുടെ ജീവിതത്തിൽ നാം ആരോഗ്യത്തെപ്പറ്റി നമുക്ക് വേണ്ട കൺസെപ്റ്റ്. എന്ന് വെച്ചാൽ ഹൗ ടു ഏജ് ഗ്രേസ്ഫുള്ളി, ഹൗ ടു ഏജ് ബ്യൂട്ടിഫുള്ളി. അപ്പം ഈ നമ്മുടെ പ്രായം കുറയ്ക്കാൻ പറ്റത്തില്ല ആർക്കും, അത് പോയിക്കൊണ്ടിരിക്കും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ. അപ്പോൾ നമ്മളത് എങ്ങനെ സന്തോഷകരമാക്കാം, എങ്ങനെ ഭംഗിയാക്കാം, എങ്ങനെ നമുക്കതിനു വേണ്ടി ഒരുങ്ങാം എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ, നമുക്കൊരു കോളുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടർ ചോദിച്ചോളൂ ഡോക്ടറോട്. ചോദിച്ചോളൂ. പറഞ്ഞോളൂ. എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ ബഹറിൽ നിന്ന് വിളിക്കുന്നത്. പറഞ്ഞോളൂ. പേരെന്താ? അനിൽകുമാർ. അനിൽ, പറഞ്ഞോളൂ അനിൽ. എനിക്ക് ഇതുപോലെ വീട്ടിലാർക്കും പ്രമേഹവും പ്രഷറും ഒന്നുമില്ല, അച്ഛനും അമ്മയ്ക്കൊന്നുമില്ല, വേറെ ആർക്കും ഇല്ല. എനിക്ക് ഇതുപോലെ വിദേശത്ത് വന്നതിന് ശേഷം പ്രമേഹവും അതുപോലെ കൊളസ്ട്രോൾ, പ്രഷറും ഒക്കെ നോർമല്, കൊളസ്ട്രോളും വന്നു തുടങ്ങി. അങ്ങനെ കുറേശ്ശെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ജീവിതശൈലിയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെറുതായിട്ട് എക്സസൈസ് എല്ലാം ചെയ്യുന്നുണ്ട്. വീണ്ടും ഇങ്ങനെ കൂടാനുള്ള കാരണം എന്താണ്? ഇതിന് പല കാരണങ്ങളുണ്ട്. അനിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നു, എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കോ പ്രമേഹമില്ല, പ്രഷറില്ല. വളരെ നല്ലൊരു ഒബ്സർവേഷനാണ്. കാരണം നമ്മൾ ജീവിതത്തിൽ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ എന്ന് തൊട്ട് നമ്മൾ ജീവിതം ഭംഗിയാക്കാൻ അല്ലെങ്കിൽ ആനന്ദകരമാക്കാൻ എന്ന് തൊട്ട് അതിനു വേണ്ടി ഒരുങ്ങണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 20കളിൽ തന്നെ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങേണ്ടിയിരിക്കുന്നു. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അനിൽകുമാർ വളരെ കൃത്യമായി പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ ആർക്കും ഇല്ലാത്തൊരസുഖമാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഗൾഫിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ഓരോ സ്ഥലത്തും അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ആഹാര രീതി ഒന്നാലോചിച്ച് നോക്കിയേ. നമ്മുടെ പൂർവികർ കഴിച്ചതും നമ്മളിപ്പോൾ കഴിക്കുന്നതും നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലിയും അന്നത്തെ ജോലിയും ഇന്നത്തെ സാഹചര്യങ്ങളും അന്നത്തെ സാഹചര്യം, ഇതെല്ലാം നോക്കുമ്പോൾ എന്തെല്ലാം പല കാര്യങ്ങൾ നമ്മളുടെ കൺട്രോളിനപ്പുറം ഉള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായും ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ജീവിതശൈലി രീതി തന്നെയാണ്.
അത് അറിയാമെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ നമ്മുടെ അച്ഛനമ്മയ്ക്കുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ അതിനു വേണ്ടി കരുതണം. അതിനുവേണ്ടിയുള്ള ആഹാരം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഈ അനിൽകുമാർ പറഞ്ഞ പ്രത്യേക ഒരു സാഹചര്യം വീട്ടിൽ ആർക്കുമില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നു, ഇവിടെ വന്നിട്ടാണ് എനിക്കിത് വരുന്നത്. ഒന്ന്, അനിൽകുമാർ എത്ര വയസ്സുണ്ട് ഇപ്പോൾ? 38 വയസ്സ്. 38 വയസ്സിൽ ഒരു വലിയൊരു വയസ്സായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. 38 വയസ്സിൽ കൊളസ്ട്രോൾ വരികയാണെങ്കിൽ അതിനൊരു കാരണം ഉണ്ടെങ്കിൽ നമ്മൾ കാരണം കണ്ടുപിടിക്കണം. കുടുംബപരമായി ഇല്ല. 2, വേറെ അസുഖങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഫാമിലിയിൽപ്പെട്ട മറ്റൊരു അസുഖം തൈറോയ്ഡ് എന്ന് പറയുന്ന അസുഖമാണ്. അതിലെ തൈറോയ്ഡിൻ്റെ ഫംഗ്ഷൻ കുറയുന്ന അവസ്ഥയിൽ കൊളസ്ട്രോൾ കൂടാം. അപ്പോൾ ഇങ്ങനെ ചില അസുഖങ്ങളുണ്ട്, അതിൻ്റെ രോഗലക്ഷണങ്ങളുണ്ട്. ആ രോഗലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ കാണുകയാണെങ്കിൽ ആ രോഗലക്ഷണങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യൂ എന്ന് പറയും. അപ്പോൾ നമുക്കിപ്പോൾ തൈറോയ്ഡാണെന്നിരിക്കട്ടെ, തൈറോയ്ഡിൻ്റെ ഫംഗ്ഷൻ കുറയുന്നതിന് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും. അതിനകത്ത് നമ്മൾ തൈറോയ്ഡിൻ്റെ അസുഖം ഉണ്ട് എന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നതോടൊപ്പം ആ അസുഖം സംശയിക്കുന്ന ഒരു ഡോക്ടർ നിങ്ങളോട് ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ലൈപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയും. അതിനകത്ത് 5 കമ്പോണൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ആ ഫാമിലിയിൽ 5 കുടുംബാംഗങ്ങളാണുള്ളത്. അതിനകത്താണ് കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ എന്നും ചീത്ത കൊളസ്ട്രോൾ എന്നൊക്കെ നമ്മൾ പറയും. അതിനകത്ത് കൊളസ്ട്രോൾ എന്ന് പറയും. 2 LDL എന്ന് പറയും, ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ. 3 ഹൈ ഡെൻസിറ്റി കൊളസ്ട്രോൾ. 4 ട്രൈഗ്ലിസറൈഡ്സ്. 5 VLDL എന്ന് പറയും. അപ്പോൾ ഇതിനെല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട്. ഇപ്പം അനിൽകുമാർ ഇത് നോക്കിക്കാണും, ലൈപ്പിഡ് പ്രൊഫൈൽ. പണ്ടൊക്കെ നമ്മൾ പറയും കൊളസ്ട്രോൾ നോക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ലൈപ്പിഡ് പ്രൊഫൈൽ നോക്കണം എന്ന് പറയും. ഈ അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഏത് ആണ് കൂടുതലായിട്ട്, അതിനെപ്പറ്റി അറിയാമോ അനിൽകുമാറിന്? ഇത് ചെയ്തായിരുന്നു ഇടയ്ക്ക് ഈ ലിക്വിഡ് പ്രൊഫൈലിന്റെ. അതില് നല്ല കൊളസ്ട്രോള് കുറവും ചീത്ത കൊളസ്ട്രോൾ കൂടുതലായിട്ട് തന്നെ കാണും. അതെ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടൊരു സിറ്റുവേഷനാണ്. നമ്മൾ അത് എന്തുകൊണ്ടാണ്, ഒന്ന് നമ്മുടെ ആഹാരത്തിലെ ക്രമം, ഒന്ന് ആഹാരത്തിൻ്റെ രീതി ഒന്ന് മോഡിഫൈ ചെയ്യണം. 2 എക്സസൈസ് ചെയ്യണം. 3 മരുന്നിനെ പറ്റി ആലോചിച്ചാൽ മതി. ഏതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസിലും അല്ലെങ്കിൽ നമ്മുടെ ഈ രീതിയിലുള്ള അസുഖങ്ങളാണെങ്കിലും പ്രധാനമായും നമ്മൾ കാണേണ്ടത് ഡയറ്ററി മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഡയറ്ററി റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ദ ഡയറ്ററി ലൈഫ് സ്റ്റൈൽ. 2 എക്സസൈസാണ്. അതൊരു മെഡിക്കൽ എക്സസൈസാണ്. ഏതെങ്കിലും എക്സസൈസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. മെഡിക്കൽ റീസൺസിന് വേണ്ടി നമ്മളൊരു എക്സസൈസ് പറയും. ആ ഒരു എക്സസൈസ് സജസ്റ്റ് ചെയ്യുന്നത് ഒരു ബ്രിസ്ക് വാക്കിംഗ് എന്ന് വെച്ചാൽ എളുപ്പം നടക്കുക, ആസ് ഇഫ് യു ആർ അബൌട്ട് ടു മിസ് യുവർ ബസ്സോ ട്രെയിൻ. നമ്മുടെ ബസ്സോ ട്രെയിനോ മിസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വളരെ എളുപ്പം നടക്കും. ആ രീതിയിൽ നടക്കുന്നതിനെയാണ് മെഡിക്കൽ എക്സസൈസ് എന്ന് പറയുന്നത്. അത് ഒരു ദിവസം 25-30 മിനിറ്റ് ചെയ്താൽ മതി. അത് ആഴ്ചയിൽ 5 ദിവസം ചെയ്താലും മതി. അപ്പോൾ അത് വളരെ പ്രധാനം. പിന്നെ ആഹാരത്തിൻ്റെ കാര്യം. ആഹാരത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ വെളുത്ത സാധനങ്ങൾ ഒഴിവാക്കുക. പാല് വെളുത്തതാണ്, പഞ്ചസാര വെളുത്തതാണ്, വെളുത്ത അരി വെളുത്തതാണ്, ഉപ്പ് വെളുത്തതാണ്. നമ്മൾ ഇതങ്ങ് വർജിക്കണം. ശരിക്കും അതൊക്കെ തന്നെയാണ് ഒഴിവാക്കാൻ എല്ലാവർക്കും മടിയും. അതെ തീർച്ചയായും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ഇത് 4ഉം നമ്മൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഏതൊരു അസുഖം ആയിക്കോട്ടെ, ബ്ലഡ് പ്രഷർ ആയിക്കോട്ടെ, ഉപ്പ് നമ്മൾ ഒഴിവാക്കണം. അപ്പം വെയിറ്റ് കൂടുതലാണ്, അപ്പോൾ നമ്മൾ വീണ്ടും പാൽ ഒഴിവാക്കണം. അപ്പോൾ അല്ലെങ്കിൽ മിൽക്ക് പ്രോഡക്ട്സ് ഒഴിവാക്കണം. പൂർണ്ണമായി ഒഴിവാക്കണമെന്നല്ല, അത് കുറയ്ക്കാനെങ്കിലും ശ്രമിക്കണം. വെയിറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ സ്വീറ്റ്സ് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ വീണ്ടും വെയിറ്റ് കൂടും. വെയിറ്റ് കൂടുമ്പോൾ പ്രഷർ വരും. പ്രഷർ കൂടുന്നതിൻ്റെ കൂട്ടത്തിൽ കൊളസ്ട്രോൾ കൂടാം. അത് അങ്ങനെയായി. അപ്പോൾ അരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെളുത്ത അരിയുണ്ട്, ചുമന്ന അരിയുണ്ട്. ഇപ്പോഴത്തെ പഠനങ്ങളനുസരിച്ച് ചുമന്ന അരിയാണ് ഡയബറ്റീസ് ഉള്ളവർക്ക് പോലും കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ പുറത്തുള്ള തവിടുള്ളതുകൊണ്ട്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തുടരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടറെ തുടരുന്നു. ഡോക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ആളുകൾക്കൊക്കെ തന്നെ ഈ മീഡിയ വഴിയും വായിച്ചുമൊക്കെ ആയിട്ട് അത്യാവശ്യം അസുഖങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ധാരണയുണ്ട്. പക്ഷേ ഈ അല്പജ്ഞാനം കുറച്ച് പ്രശ്നമാകുന്ന ഒരു തരത്തിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഉദാഹരണത്തിന് ഒരസുഖം, ഒരു തലവേദന പോലുള്ള ഒരു സിംറ്റം കണ്ടു കഴിഞ്ഞാൽ അത് ഇന്ന അസുഖമാണെന്ന് നമ്മുടെ ഈ കുറഞ്ഞ അറിവ് വെച്ചിട്ട് തീരുമാനിക്കുകയും അതിന് ഒരു പ്രത്യേക ഡോക്ടറെ അടുത്ത് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ. യഥാർത്ഥത്തിൽ ഇതൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു നീക്കമാണോ? അത് ഒരു കാരണവശാലും ശരിയാണെന്ന് തോന്നുന്നില്ല. നമ്മളൊരു സെൽഫ് മെഡിക്കേഷൻ എന്ന് പറയുന്നത് മോശമാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് സെൽഫായിട്ട് നമ്മൾ തന്നെ തീരുമാനിക്കുന്നത് ഇന്ന അസുഖം എനിക്കുണ്ട്, അതുകൊണ്ട് ഞാനതങ്ങനെ പോവുകയാണ്. അത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ഒരു അസുഖം പല രീതിയിൽ വരാം. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് ഈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ കൂടുതലാണ്, ഹൈപ്പർ ടെൻഷൻ, അത് ഇറ്റ് ക്യാൻ ബി എ സൈലൻറ്റ് കില്ലർ ഫോർ യു. ഇപ്പം ഓരോ അസുഖത്തിന് ബ്ലഡ് പ്രഷറിന് പല പ്രധാനപ്പെട്ട അവയവങ്ങളെ ബാധിക്കാം. തലച്ചോറിനെ ബാധിക്കാം, കണ്ണിനെ ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം, രക്തക്കുഴലിനെ ബാധിക്കാം. ഇതിനെ ഏതിനെങ്കിലും ബാധിക്കാം.
നമുക്കൊരു ഒരു തോന്നലുണ്ട്, തലവേദന വന്നാൽ ബ്ലഡ് പ്രഷറാണ് സാധാരണ അപ്പോൾ പ്രഷർ പോയി നോക്കണമെന്നൊക്കെ. ഒരു കാരണവശാലും അത് ശരിയല്ല. പക്ഷേ നമ്മുടെ ആ സിംറ്റം അല്ലെങ്കിൽ നമ്മുടെ രോഗലക്ഷണം നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഡോക്ടറിനോട് പറയുക. അപ്പം ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഡോക്ടറിന് ഇതിനെപ്പറ്റി കൂടുതൽ വിവരം ഉണ്ടാകും. പുള്ളി അതൊന്ന് ഡിസെക്റ്റ് ഔട്ട് ചെയ്ത് അതിൻ്റെ കാരണം മനസ്സിലാക്കി ചികിത്സിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രഷറാണ് എന്ന് കരുതാതിരിക്കുന്നതാണ് നല്ലത്. ഏതൊരു ജോലിയിലും ഏതൊരു സാഹചര്യത്തിലും നമുക്ക് പല പല അനുഭവങ്ങളുണ്ടാകാം. ഉദാഹരണത്തിന് തലവേദനയായിരിക്കാം, ചിലപ്പോൾ ഒരു ഡിസിനസ്, എനിക്കൊരു വയ്യ, ഒരു ബ്ലാക്ക് ഔട്ട് പോലെ വരുന്നു, അല്ലെങ്കിൽ വല്ലാതെ വരുന്നു, എനിക്ക് എഴുന്നേൽക്കുമ്പം ഒരു തലച്ചുറ്റ് വരുന്നു. അപ്പോൾ ഇതൊക്കെ പലതിൻ്റെയും രോഗലക്ഷണങ്ങളാണ്. ഇത് ഇന്ന അസുഖമാണെന്ന് നമ്മൾ മുൻവിധിയോടുകൂടി അത് കാണുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു അപകടം വരുത്തി വെക്കുന്നതാണോ നിഗമനത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം, പറഞ്ഞോളൂ. എന്റെ പേര് ആഷിം. എന്താ? ഞാൻ സൗദി അറേബ്യയിൽ നിന്നാണ് വിളിക്കുന്നത്. വിളിച്ചോളൂ പറഞ്ഞോളൂ. സോറി സാറേ, എനിക്കിപ്പോ 26 വയസ്സാണ്. അതെ. എനിക്കൊരു 3 വർഷമായിട്ട് ട്രൈഗ്ലിസറൈഡ്സ് എന്റെ ബ്ലഡിൽ കൂടുതലാണ്. അതെ. ഞാനിങ്ങനെ ഇടയ്ക്ക് ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ അതെ, എനിക്ക് ട്രൈഗ്ലിസറൈഡ്സ് മാത്രം ഇങ്ങനെ കൂടുതലായി കാണാറുണ്ട്. അതെ അതെ. ഞാൻ ഫസ്റ്റ് കണ്ട സമയത്ത് എനിക്കൊരു 250-300 ആയിരുന്നു ട്രൈഗ്ലിസറൈഡ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ലാസ്റ്റ് സമയത്ത് അത് 400-450 ആണ്. അത് ഇടക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ റീസൺ എന്താന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് സാർ. അതെ, ഈ റീസൺ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കൊഴുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വ്യത്യാസമാണ്. 150 താഴെ നിൽക്കേണ്ടത് 300 വരുന്നു. ഇത് സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് HDL LDL എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. അതല്ലാതെ ആ കുടുംബത്തിലുള്ള ഒരെണ്ണമാണ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത്. ഈ LDL എന്ന് പറയുന്ന മോശപ്പെട്ട കൊളസ്ട്രോളിൻ്റെ അത്രയും അപകടകാരിയല്ല ഇത്. 1. 2, ഇത് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ലൈപ്പിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വ്യത്യാസമാണെങ്കിൽ തന്നെയും ഇത് വേറെ പല അസുഖങ്ങൾക്കും അല്ലെങ്കിൽ താരതമ്യേന സീരിയസ് അല്ലാത്ത ചില അവസ്ഥകൾക്കും കൂടെ കാരണമാകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കാറില്ലെങ്കിൽ തന്നെയും ആ ട്രൈഗ്ലിസറൈഡ് ഉണ്ടെങ്കിൽ അതിനെ മാത്രം ചികിത്സിക്കുക. എന്ന് വെച്ചാൽ ഈ ഹാർട്ടിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ട്രൈഗ്ലിസറൈഡിന് വലിയ കാരണമില്ല. അതേസമയം അത് വളരെ കൂടുതലായിട്ട് വരുന്ന സാഹചര്യത്തിൽ അത് ട്രീറ്റ് ചെയ്യാം. അതിന് കാരണം എന്ന് പറയുന്നത് ഇത് കുടുംബപരമായിട്ടാണ് സാധാരണ കാണുന്നത്. അത് പ്രത്യേകിച്ച് ഇത് ഉള്ളതുകൊണ്ട് ചില പിത്തസഞ്ചിയിൽ കല്ലുണ്ടാകാം, മറ്റ് ചില അവയവങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകാം എന്നുള്ളത് ഒഴിച്ചാൽ ഒരു വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരവസ്ഥയല്ല എന്ന് നമ്മൾ കരുതിയിരിക്കുക. പക്ഷേ അതിനു വേണ്ടിയുള്ള ചികിത്സ എടുക്കുന്നത് നന്നായിരിക്കും. ഡോക്ടർ, മറ്റൊന്ന്, ഇപ്പോൾ തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ IT മേഖലയിലൊക്കെ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് സ്ഥിരമായിട്ട് ഒരേ രീതിയിലിരുന്ന് അല്ലെങ്കിൽ അവർക്ക് കാര്യമായ വ്യായാമങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. അപ്പോൾ അത്തരം അവസ്ഥകൾ കൊണ്ട് ഉണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിനെ അസുഖം എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കുറേ അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. അതും ഈ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണോ നമ്മൾ കാണുന്നത്? എന്നോട് ചോദിച്ചാൽ ഞാൻ ആണ് എന്ന് പറയും. കാരണം അത് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ജോലി ചെയ്യുക എന്നുള്ളത്. ആ ജോലിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരാൻ നേരത്ത് ദാറ്റ് ഈസ് ആൻ ഓക്യുപ്പേഷൻ, അല്ലെങ്കിൽ ജീവിതശൈലിയിലുണ്ടായ ജോലി ചെയ്യുന്നതിൽ ഉണ്ടായ വ്യത്യാസം കൊണ്ട് വരുന്ന ഒരു അസ്വസ്ഥതയാണ്. ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പ്രത്യേക രീതിയിലിരുന്ന് പ്രത്യേക ഉപകരണങ്ങൾ കൊണ്ട് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തെ പറ്റിയാണ് ഇപ്പോൾ സംസാരിച്ചത്. ആ ഒരു ഇരുത്ത് മണിക്കൂറുകൾ നീളുന്നു. ഒരു പ്രത്യേക രീതിയിലിരുന്ന് ഒരേ രീതിയിൽ തന്നെ നമ്മൾ ജോലി ചെയ്യുന്നു. കീബോർഡ് ആണെങ്കിൽ ആയിക്കോട്ടെ, ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ അങ്ങനെ, ലാപ്ടോപ്പ് ആണെങ്കിൽ അങ്ങനെ. ഇതിന് ഒരു കംഫർട്ട് ലെവലിൽ ഉള്ള ഒരു പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ജോലി ചെയ്യാൻ നേരത്ത് നമ്മുടെ കൈകൾ കീബോർഡിൽ പോകുന്നത് റെസ്റ്റ് ചെയ്യുന്ന ആ സ്ഥലത്ത് നിന്ന് ഇരുന്ന് വളരെ കംഫർട്ടബിളായിട്ടിരുന്ന് ചെയ്യണം. അല്ലാതെ
നമ്മൾ കമ്പ്യൂട്ടർ ഇങ്ങനെ മേശയിലോട്ട് ചാഞ്ഞ് കിടന്ന് ഇങ്ങനെ ഇരുന്ന് നോക്കി ചെയ്യേണ്ട കാര്യമില്ല. വളരെ റിലാക്സ് ചെയ്ത് ഇരുന്ന് നമ്മുടെ കൈ ഇരിക്കുന്ന അതേ ലെവലിൽ തന്നെ കീബോർഡും വെച്ച് മോണിറ്റേഴ്സിൽ നേരെ നോക്കി വളരെ കംഫർട്ടബിളായിട്ട് ചെയ്യുന്നതിന് വരെ നമ്മൾ തന്നെ അത് ഇങ്ങനെ കൂനി പിടച്ചിരുന്ന് കൈ ഇങ്ങനെ ചെയ്യാൻ നേരത്ത് ഒത്തിരി അസുഖങ്ങൾ കൈയുടെ റിസ്റ്റ് ജോയിൻറ്റ് മുതൽ ഫിംഗേഴ്സ് മുതൽ പല പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരേ പോസ്റ്റിൽ ഇങ്ങനെ കഴുത്ത് നമുക്കറിയാം ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഹാർട്ടിൽ നിന്നും ബ്രെയിനിലോട്ടും ബ്രെയിനിൽ നിന്ന് താഴോട്ടും വരുന്ന ഒരു ജംഗ്ഷൻ പോലെയാണ് ഈ കഴുത്തിനകത്ത് ഇത്രയും ചെറിയൊരു ഭാഗത്തിനകത്ത് ഒത്തിരി സ്ട്രക്ചേഴ്സ് മുകളിലോട്ടും താഴോട്ടും എല്ലാം പോകുന്നുണ്ട്. ഈ നമ്മുടെ വയറിലോട്ട് പോകുന്ന ഇസോഫാഗസ് മുതൽ സ്പൈനൽ കോഡ് മുതൽ മുകളിലോട്ട് പോകുന്ന രക്തക്കുഴൽ ഉൾപ്പെടെ ഒത്തിരി അപ്പോൾ നമ്മുടെ ഒരു പ്രത്യേക പോസ്റ്ററിങ് കാരണം ഈ സ്പൈനൽ കനാൽ പോകുന്നത് സ്പൈനിൻ്റെ അകത്തോടാണ്. ഇതിനകത്തോടെ പോകാൻ നേരത്തെ അതിൽ നിന്ന് പുറത്തോട്ട് വരുന്ന നെർവുകൾ മുകളിലോട്ട് ഹാർട്ടിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന ബ്ലഡ് വെസൽ ഇതിൻ്റെയൊക്കെ നോർമൽ പൊസിഷനിങ്ങിലും ഫങ്ഷനിങ്ങിലും വ്യത്യാസം ഉണ്ടാകും. ആ ഒരു വ്യത്യാസം വരുന്നത് കാരണം തന്നെ പലർക്കും ഭയങ്കര വേദനയാണ്. കൈ ഇങ്ങനെ കഴച്ചു വരുന്നു, കൈ രണ്ടും ഭയങ്കര വേദനയാണ് എന്ന് പറഞ്ഞ് ചില കൂട്ടർ വരും. ചിലവരാണ് ഡോക്ടർ കൈ ഇങ്ങനെ വളരെ സ്റ്റിഫായിരിക്കുന്നു, കൈ അത് കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് എഴുതാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ചിലർ പറയുന്നത് എനിക്ക് ഒത്തിരി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഡിസിനസ് പോലെ വരും. അപ്പോൾ എനിക്ക് BP ആണോ എന്ന് ഞാൻ പോയി ഡോക്ടറിൻ്റെ കാണും BP ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തു. പക്ഷേ BP ഒന്നുമല്ല, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കിപ്പോഴും അത് വരുന്നുണ്ട്, എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നത്. അപ്പം നമ്മൾ ഒരു പ്രൊഫഷണൽ ഈ വക കാര്യങ്ങളെല്ലാം ഇന്ന രീതിയിൽ വരാമെന്നും അത് ഇന്നതുകൊണ്ടാണെന്നും മനസ്സിലാക്കാൻ പറ്റും. ഒരു രോഗി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും പേരെന്താ, പേര് ഇരുന്നതിന് അതിനൊരു ഐഡൻറ്റിറ്റിയാണ്. 2 വയസ്സ്, ഈ വയസ്സിൽ എന്തൊക്കെ അസുഖം വരാം, എവിടുന്ന് വരുന്നു, ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നവർക്ക് ഇന്ന അസുഖം വരാം, എന്ത് ജോലി ചെയ്യുന്നു, ആ ജോലിയുമായിട്ട് ഓക്യുപ്പേഷണലായിട്ട് എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ അസുഖം, ഇതാണ് ഈ വക സിമ്പിൾ 4 ചോദ്യങ്ങൾ കൊണ്ട് നമുക്ക് പലതും ഇൻഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ടെക്കിയാണെന്നായിക്കോട്ടെ, ആ ടെക്കിയുടെക്ക് ഇത്രയും ഒരു അസ്വസ്ഥത നമ്മൾ ഉടനെ പറയും നിങ്ങളെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളിരിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ലെവൽ മോണിറ്ററിൻ്റെ ലെവൽ ശരിയാണോ, ഫിംഗേഴ്സൊക്കെ കീബോർഡിൽ പ്രോപ്പറായിട്ടാണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാവും ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് 60-70 വയസ്സായവർക്ക് വരുന്ന ഈ കഴുത്തിൻ്റെ ഭാഗത്തിന് എല്ലിനെ പറയുന്ന സെർവിക്കൽ സ്പൈൻ എന്നാണ്, സെർവിക്കൽ സ്പോണ്ടിലോസിസ്. അതൊരു പണ്ട് വിചാരിച്ചിരുന്നത് ഒരു ഡീജനറേറ്റീവ് അല്ലെങ്കിൽ പ്രായം കൊണ്ട് വരുന്ന ഒരു അസുഖം. ഇപ്പം അങ്ങനെയല്ല, തീർച്ചയായും അത് അങ്ങനെയല്ല. ഡോക്ടർ, നമുക്ക് അടുത്തൊരു ഇടവേളയ്ക്ക് ശേഷം തുടരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ചോദിച്ചോളൂ ഡോക്ടറോട്. നമസ്കാരം ഡോക്ടർ, ഞാൻ പാലക്കാട്ടിലാണ് വിളിക്കുന്നത്. എന്റെ പേര് നന്ദകുമാർ. പേര് കേട്ടില്ല. എന്റെ പേര് നന്ദകുമാറാണ്. നന്ദകുമാർ, പറഞ്ഞോളൂ. ഡോക്ടർ, ഈ ബിപിയുടെ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഒരു സംശയമാണ്. ആയിക്കോട്ടെ. അപ്പൊ അതിന്റെ ചോദിച്ചോളൂ സാർ. ഒരു ബിപിയുടെ കാര്യത്തിനെ കുറിച്ചുള്ള ഒരു സംശയം. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. സാറേ, ഇപ്പൊ ഞാൻ ഒരു ആംസൽ 5 mg പറഞ്ഞ ഒരു ഗുളിക ഒരു ദിവസം കഴിക്കുന്നുണ്ട്, ദിവസം രാത്രിക്ക്. ഭക്ഷണം എല്ലാം കൺട്രോളിലാണ്, പിന്നെ മറ്റേ പുകവലി, മദ്യപാനം, മറ്റേ ഈ കാര്യങ്ങളൊന്നുമില്ല. അതെ. പിന്നെ ഉപ്പുള്ള ഈ സാധനങ്ങളെല്ലാം കുറവാക്കുന്നുണ്ട്, അച്ചാറ്, പപ്പടം, അതുപോലെ ഈ വറുത്ത മീന്, ഈ വക കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് സംശയം? ഇത് കുറയുന്നില്ല എന്നാണ്? അല്ല, എന്തുകൊണ്ടാണ് ഈ ഇത് സ്റ്റേബിളായി ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. അതെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഒരു മനുഷ്യരുടെ ഒരു ദിവസം ബ്ലഡ് പ്രഷറിൻ്റെ അസുഖം ഇല്ലാത്ത ഒരാൾക്ക് തന്നെ ഒരു ദിവസം പലപ്പോഴായിട്ട് പല രീതിയിലാണ് ബ്ലഡ് പ്രഷർ. ഈ 120/80 എന്ന് പറയുന്നത് ഒരു വാല്യൂ മാത്രമാണ്. ഇത് 140-നും 120-നും ഇടയ്ക്കാകാം, താഴെയുള്ളത് 70-നും 90-നും ഇടയ്ക്കാകാം. ഇത് വളരെ സാധാരണയായിട്ടുള്ള ഒരാൾക്ക്, 25 വയസ്സായ ഒരാൾക്ക് അല്ലെങ്കിൽ 15 വയസ്സായ ഒരാൾക്ക് രാവിലെ അത് കൂടിയിരിക്കും. തീർച്ചയായും അത് ശരീരത്തിനകത്ത് ചില ഹോർമോൺസ് ഉണ്ട്, ഏർലി മോർണിംഗ് സർജ് എന്ന് പറയും. അത് നോർമൽ ഫിസിയോളജിയാണ്. എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഉണ്ടാകുന്നതാണ്. രാവിലെ കൂടിയിരിക്കും, നമ്മൾ ഉറങ്ങുമ്പം കുറഞ്ഞിരിക്കും, ഭക്ഷണം കഴിയുമ്പം കൂടാം, നടന്നു കഴിയുമ്പം കൂടും, സ്റ്റെപ്പ് കയറുമ്പോൾ ഒത്തിരി കൂടും, എക്സസൈസ് ചെയ്യുമ്പോൾ ഒത്തിരി കൂടും. അതുകൊണ്ട് ബി പി ഒരു വാല്യൂ ആണ്. അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമാണ് എന്ന് ഒരിക്കലും ധരിക്കേണ്ട കാര്യമില്ല. 1. 2, ബ്ലഡ് പ്രഷർ കുടുംബത്തിൽ ഉണ്ടാകും, അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ബ്ലഡ് പ്രഷർ ഉണ്ടോ? പ്രായമാവുന്ന സമയത്ത് ഉള്ളതായിരുന്നു, അവർക്ക് ചെറുപ്പത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അതെ,
അത് അവർക്ക് പ്രായമായി വന്നെങ്കിൽ അവർക്ക് അന്നത്തെ പ്രായവും ഇന്നത്തെ പ്രായം തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടല്ലോ അല്ലേ. അപ്പം അന്ന് ആരോഗ്യത്തോടു കൂടിയാണ് അവർ ജീവിച്ചത്. നമ്മളിപ്പോൾ ആരോഗ്യമില്ലാത്തവരായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്ന് പറഞ്ഞാൽ തെറ്റല്ലാന്ന് തോന്നുന്നു. ഏതായാലും കുടുംബത്തിലുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. ഒന്ന്. രണ്ട്, ഈ പ്രഷർ നമുക്ക് ചികിത്സിച്ച് മാറ്റാം എന്നൊരു ധാരണ പാടില്ല. ഇത് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ. അഫ്കോഴ്സ് നമുക്കത് കുറയ്ക്കാൻ പറ്റും, നോർമലായിട്ട് നിർത്താൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ മരുന്ന് മാറ്റണം, എനിക്ക് BP നോർമലാകണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ ഒരിക്കലും ശരിയാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കേണ്ടത്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ബ്ലഡ് പ്രഷറുണ്ട്, എനിക്ക് ബ്ലഡ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്, എനിക്കല്പം നേരത്തെ വന്നു, അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഒന്ന്, തക്കതായ രീതിയിൽ വ്യായാമം വേണം. ഈ നിങ്ങൾ പറഞ്ഞതുപോലെ ആഹാരങ്ങളെല്ലാം കൃത്യമായി കഴിക്കുന്നു. നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ ജോലി വളരെ ടെൻസായിട്ടുള്ള ജോലിയാണോ, അല്ലെങ്കിൽ ഉറക്കം ഒരു 6 മണിക്കൂർ 8 മണിക്കൂറോ ഉണ്ടോ, വളരെ ഈ പേഴ്സണാലിറ്റീസിനെ വളരെ ഇത് നോർമലായിട്ട് പറയുകയാണെങ്കിൽ 2 രീതിയിൽ തിരിക്കാം, ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി. ആ ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ആങ്ഷ്യസ് ആയിരിക്കും, വളരെ എന്ത് ചെറിയ കാര്യത്തിനും വളരെ ഇതായിരിക്കും, വളരെ പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും, ഇങ്ങനെ ആയില്ല അങ്ങനെ ആയില്ല. അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആണെങ്കിൽ തന്നെ അല്പം BP വ്യത്യാസം വരും. അതുകൊണ്ട് നിങ്ങൾ ഇതിനെപ്പറ്റി അംലോഗാർഡ് കഴിക്കുന്നു അതുകൊണ്ട് എനിക്ക് കുറഞ്ഞില്ല എന്ന് ധാരണ പാടില്ല. കാരണം ഒരേ രോഗി തന്നെ പ്രഷറുള്ള ഒരാൾ 1 ഗുളിക കൊണ്ട് കൺട്രോളാണ്, വേറൊരാൾ 4 ഗുളിക കൊണ്ട് കഴിച്ചാൽ പോലും കൺട്രോൾ ആകാത്ത അവസ്ഥ വരും. അതിനെല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുമുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ജീവിത രീതിക്ക് എന്ത് ചെയ്യണമെന്നൊന്ന് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ശരി. നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഹൗ ടു പ്രിപ്പയർ ഫോർ എ ഹെൽത്തി ഏജിങ്. ജീവിതശൈലി രോഗങ്ങൾ പണ്ട് വയസ്സിനോട് കൂടിയാണ് വന്നിരുന്നത്, ഇപ്പോൾ അങ്ങനെയല്ല, കാലത്തോടു കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്, യൗവനത്തിൽ തന്നെ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ കരുതേണ്ടത്, നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അതിനുവേണ്ടി കരുതണം. അതിന് പ്രധാനമായിട്ടുള്ളത് കുടുംബത്തിലെ രോഗങ്ങൾ. കുടുംബത്തിൽ എന്തൊക്കെ രോഗമാണ്, അച്ഛന് എന്ത് അസുഖമായിരുന്നു, അച്ഛൻ എങ്ങനെയാണ് മരണപ്പെട്ട, അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, എന്തൊക്കെ അസുഖത്തിന് മരുന്ന് കഴിക്കുന്നു, ഇതിനെപ്പറ്റിയെല്ലാം നമുക്കറിയാമെങ്കിൽ ഒരു 15 അല്ലെങ്കിൽ 20 വയസ്സായ ആൾ തന്നെ മനസ്സിലാക്കേണ്ടത്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇന്ന അസുഖങ്ങളുണ്ട്, എനിക്കത് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കണം. അച്ഛന് ഈ അസുഖം ആയിരിക്കണമല്ലോ ഹാർട്ടിൻ്റെ അസുഖം വന്നത്, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നത്, അല്ലെങ്കിൽ കിഡ്നിക്ക് അസുഖം വന്നത്. ഇതെല്ലാം മനസ്സിലാക്കുക. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഈ ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എത്രത്തോളം പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും കൊണ്ടുപോകാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ അതിനെപ്പറ്റി ഒന്ന് മോഡിഫൈ ചെയ്ത് ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കുകയാണെങ്കിൽ. ഡോക്ടർ, ഒരുപാട് പറയാൻ ഉള്ള ഒരു വിഷയം തന്നെയാണിതെന്ന് അറിയാം. മറ്റൊരു അവസരത്തിലാകട്ടെ, കാരണം നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.